പിന്നെ ടോട്ടലി 64 വയസ്സായി. 55 വർഷമായി ഞാൻ ബിസിനസ്സിക്ക് വന്നിട്ട്. എൻ്റെ 8 വയസ്സിൽ 9 വയസ്സിൽ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. 78 ഇവിടുന്ന് ഞാൻ ബിസിനസ് നിർത്തിയിട്ട് സൗദി അറേബ്യയിൽ പോയ അന്ന് 230 റിയാൽ ലാൻഡ് ചെയ്ത അന്ന് ബിസിനസ് ചെയ്തുണ്ടാക്കി. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു മന്തി കണ്ടാൽ ഉടനായിട്ടൊരു മന്തി തുടങ്ങും, ഒരു ടർഫ് കണ്ടാൽ ടർഫ് തുടങ്ങും, വേറെ ഒരു ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ തുടങ്ങും. അതല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം കണ്ടെത്തി അതിൻ്റെ ലോസ് ആൻഡ് പ്രോഫിറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ബിസിനസ്സിലേക്കും കാലുകുത്താൻ. മറ്റുള്ളവരെ ബിസിനസ് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ നാളെ റോട്ടിൽ ഇറങ്ങേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ 7 കേസാണ് എൻ്റെ അടുത്ത് വന്നത്. വീട് ജപ്തി, ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തു, ഒക്കെ പൂട്ടി, ബാങ്കർ വീട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സിന് ഇറങ്ങുന്നുവോ അതിനെപ്പറ്റി ശരിക്ക് പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വേണം നമ്മൾ ബിസിനസ്സിന് ഇറങ്ങാൻ. ഇവിടെയുള്ള നമ്മൾ ചെറുപ്പക്കാർക്കൊക്കെ ഒരു IPS IAS ഒക്കെ പഠിപ്പിച്ച് ഫ്യൂച്ചറിൽ നല്ല ഒരു തലമുറയ്ക്ക് നല്ലൊരു അനുഭവം ഒരു ഗിഫ്റ്റായിട്ട് നജീബ് കാന്തപുരം ചെയ്തു. അതായത് പ്രൊഫറ്റ് മുഹമ്മദ് പറഞ്ഞത് മദീന പള്ളിയിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് സമൂഹത്തിൽ നല്ല കർമ്മം ചെയ്യണം എന്നാണ്. എത്ര വലിയ കോടീശ്വരനായാലും പോകുമ്പോൾ 3 കഷ്ണം തുണി മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ സ്വന്തം യാത്ര പോകും. മറ്റുള്ളവരെ കണ്ണീർ ഒപ്പാൻ നമുക്ക് എത്ര കഴിഞ്ഞോ അതാണ് നമ്മളെ സമ്പത്ത്. ഖുർആനിലെ 46-ാമത്തെ ആയത്ത് അൽകാഫിൽ അൽ മാൽ വൽ ബനൂന സീനത്തുൽ ഹയാത്ത ദുനിയ ബാക്കിയാത്ത് സാലിയാത്ത് ഖൈറിന്ദ റബ്ബിക സബാവും ഖൈറും അമല. ഇതൊക്കെ നിനക്ക് അലങ്കാരമാണ്, ഇതൊന്നും നിൻ്റെതല്ല. നിനക്ക് കൊണ്ടുപോകാൻ ഖൈർ അമൽ, നീ ചെയ്യുന്ന കർമ്മം, നീ പ്രാർത്ഥിച്ചത് മാത്രമേ നിൻ്റെതുള്ളൂ എന്നാണ്. അപ്പോൾ ഇതൊന്നും സമ്പാദിച്ച് പറ്റിച്ച് പല രീതിയിലും കോടികൾ സമ്പാദിച്ച് പോകുമ്പോൾ ഈ 3 കഷ്ണം തുണി കൊണ്ടാണ് നമ്മളെ ഏറ്റിയിട്ട് പള്ളിക്കാട്ട് പോവുക. അത് ഓർമ്മ വെച്ചിട്ട് എല്ലാവരും ബിസിനസ് ചെയ്യുക, ബിസിനസ് സത്യസന്ധതയിൽ ചെയ്യുക. ഇന്ന് ഇന്ത്യയിൽ ഇത്രയും 5 കൊല്ലം 10 കൊല്ലമായി അജ്ഫാൻ തുടങ്ങി 2017 വന്ന് 2023 ആയപ്പോൾ തന്നെ ഓൾ ഇന്ത്യയിൽ അജ്ഫാൻ എത്തി. ഇപ്പം 180 റണ്ണിങ്ങിലുണ്ട്. ഈ വർഷം മാർച്ച് ഏപ്രിൽ കൂടി 200 ആവും.